ഹലോ നമസ്കാരം. ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വാൽപ്പാറയിലേക്കാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം വണ്ടൂർ പാണ്ടിക്കാട് കഴിഞ്ഞ് മണ്ണാർക്കാടിലോട്ടുള്ള റോഡാണിത്. ഈ റോഡിലൂടെ പണ്ട് നമ്മളൊരു യാത്ര പോയപ്പോഴും രാവിലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്നും ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. വളരെ പരിതാപകരമാണ് മലപ്പുറത്തെ റോഡുകളുടെ അവസ്ഥ. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തി. മുൻ സീറ്റിൽ വിച്ചൂസാണ് ക്യാമറമാനായിട്ട് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പുലർച്ചെ ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. ഈ സൂര്യപ്രകാശം ഇങ്ങനെ ചെരിഞ്ഞ് വീഴുമ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങി എല്ലാവരും ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായി. അങ്ങനെ നമ്മൾ കേരളം കടന്ന് തമിഴ്നാട്ടിലോട്ട് കയറുകയാണ്. തമിഴ്നാട്ടിലോട്ട് എത്തിയപ്പോൾ റോഡ് കുറച്ചൊരു വീതി കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായി. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി ആണ് റൂട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അതുപോലെ തന്നെ പൊള്ളാച്ചി എത്തുന്നതിന് മുന്നേ റൈറ്റിലോട്ട് തിരിഞ്ഞ് കുറച്ച് ഒരു റൂട്ട് കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ട് വഴിയാണ് ഞങ്ങൾ പോയത്. അതാകുമ്പോൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര മനോഹരമാണ്. അതുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാം എന്നുള്ള ഒരു പ്ലാനോട് കൂടി നമ്മുടെ പൊള്ളാച്ചി പോവാണ്ട് അതിന് മുന്നേ തന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞ് ഈ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്ര കൂടി ആസ്വദിച്ചിട്ടാണ് പോയത്. കുറച്ച് പോയി കഴിയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ തനതായിട്ടുള്ള റോഡുകൾ, രണ്ട് സൈഡിൽ പുളിമരങ്ങൾ നിറഞ്ഞിട്ടുള്ള റോഡുകളിലൂടെയുള്ള യാത്ര തുടരും. ഓരോ പുളിമരത്തിന് ചുറ്റും ഇതുപോലെ വെള്ളയും കറുപ്പും നിറത്തിലുള്ള ചായം തേച്ചിട്ടുണ്ടാവും. ഈ റോഡിലൂടെയുള്ള യാത്ര ഭയങ്കര രസകരമാണ്. നല്ല ഒരു സീനിക്കായിട്ടുള്ള റോഡുകളാണ് ഇതുപോലെയുള്ള റോഡുകൾ. നമുക്ക് രസകരമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ടുള്ള റോഡ് തിരിയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഇവിടുന്ന് റൈറ്റിലോട്ടുള്ള റോഡ് വഴിയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ട് പോകുന്നത്. അത് നമ്മൾ വേറൊരു ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന വേറൊരു സ്ഥലമാണ് നമ്മുടെ പറമ്പിക്കുളം. വാൽപ്പാറയിലോട്ട് 45 കിലോമീറ്ററും ആളിയാർ ഡാമിലോട്ട് 8 കിലോമീറ്ററും ദൂരം ഉണ്ടെന്നുള്ളൊരു ബോർഡ് കണ്ടു. ഈ ആളിയാർ ഡാം കഴിയുന്നത് മുതലാണ് നമ്മുടെ ചുരം കയറി തുടങ്ങുന്നത്. പിന്നെ ഈ ചുരത്തിൽ നിന്നെല്ലാം ഈ ആളിയാർ ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടുമെന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട റൂട്ടാണ് ഈ വാൽപ്പാറ റൂട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബൈക്ക് റൈഡേഴ്സിനെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടു. ഇതുവഴിയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന റോഡ് ഈ പൊള്ളാച്ചിയിൽ വരുന്ന റോഡിലോട്ട് ചേരുന്നത് ഇവിടെയാണ്. ഇത് ഏകദേശം ആളിയാർ ഡാമിന് തൊട്ടടുത്ത ഒരു സ്ഥലമാണ്. നമ്മൾ ആളിയാർ ഡാമിന് തൊട്ടടുത്ത് തന്നെ എത്തി. ഇനി ഇവിടെ നിന്ന് ആളിയാർ ഡാം കഴിഞ്ഞ് ചുരം കയറിയിട്ടാണ് നമ്മൾ വാൽപ്പാറയിലോട്ട് പോകുന്നത്. വാൽപ്പാറയിലേക്ക് 44 കിലോമീറ്ററും ആതിരപ്പള്ളിയിലേക്ക് 112 കിലോമീറ്ററും എന്നുള്ളൊരു ബോർഡ് കാണുന്നുണ്ട്. വാൽപ്പാറയിൽ നിന്നും മലക്കപ്പാറ വഴി നമ്മുടെ വാഴച്ചാൽ ആതിരപ്പള്ളി വഴിയാണ് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ്. അങ്ങനെ നമ്മൾ ആലിയാർ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാം പണ്ട് പണി കഴിപ്പിച്ചത്. 1959-69 കാലഘട്ടത്തിലാണ് ഈ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ മാതൃകയിലുള്ള ഒരു ഗ്രാവിറ്റി ഡാമാണ് ഇത്.
അങ്ങനെ ആലിയ ഡാമിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ ആനമലൈ ടൈഗർ റിസർവിലോട്ടുള്ള ചെക്ക് പോസ്റ്റ് എത്തി. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് യാത്ര തുടങ്ങി. ഇനി അങ്ങോട്ട് ചുരമാണുള്ളത്. റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള ചുരം ആണുള്ളത്. സൈഡിൽ ഇതുപോലെ നമുക്ക് ആലിയ ഡാമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഡാം. ഇതിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തത്. ഹെയർ പിന്നുകൾ കയറി വേണം നമുക്ക് വാൽപ്പാറയിലെത്താൻ. അതിൽ ആദ്യത്തെ ഹെയർ പിന്നാണിത്. എല്ലാ ഹെയർ പിന്നിലും ഇതുപോലെയുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഓരോ ബോർഡിലും ഓരോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഓരോ ഹെയർ പിന്നിലും ഒരു നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. ചുരത്തിൽ നിന്നെല്ലാം നമുക്കിതുപോലെയുള്ള ആളിയാർ ഡാമിൻ്റെ റിസർവറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം കാണാൻ സാധിക്കും. വണ്ടി നിർത്താൻ അധികം സ്ഥലമില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഈ ഒരു വ്യൂ കിട്ടും. അങ്ങനെ ഓരോ ഹെയർ പിന്നുകളും പിന്നിട്ട് നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ ആളിയാർ ഡാമിൻ്റെ ലാസ്റ്റ് ഉള്ള ഒരു വ്യൂ ആണ് ഇത്. ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടില്ല. ആളിയാർ ഡാമിൻ്റെ റിസർവറിൻ്റെ വ്യൂ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി നിർത്താൻ സ്ഥലം കിട്ടിയതുകൊണ്ട് അവിടെ ഇറങ്ങി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. ഒരുപാട് ഉയരം കയറി മുകളിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. വളരെ മനോഹരമാണ്. അങ്ങ് ദൂരെ പൊള്ളാച്ചി ടൗൺ ഇതുപോലെ വെള്ളക്കുത്തുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കയറി നമ്മൾ 30ാമത്തെ ഹെയർ പിന്നിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 40ാമത്തെ ഹെയർ പിന്നും കഴിഞ്ഞ് നമ്മൾ വാൽപ്പാറ ഏകദേശം എത്താറായി. ഇത് അവസാന ഹെയർ പിന്നാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം വാൽപ്പാറ എത്തി. വാൽപ്പാറ ടൗൺ അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു.
അങ്ങനെ വാൽപ്പാറ കഴിഞ്ഞ് നമ്മൾ മലക്കപ്പാറയിലോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ മലക്കപ്പാറ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് തൃശ്ശൂർ വഴി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഈ റോഡ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അപ്പർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഈ റൂട്ട് വഴി പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. ഒരുപാട് ഡാമുകളുടെ റിസർവോയറിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി നമ്മൾ ഷോളയാർ ഡാമിനടുത്തെത്തി. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളൊരു വ്യൂ കൂടി കിട്ടും. അങ്ങനെ ഡാമിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ഈ ഷോളയാർ ഡാം നമുക്ക് കാണാനും എനിക്ക് തോന്നുന്നത് ഇവിടെ ഷട്ടറൊക്കെ തുറക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. ആതിരപ്പള്ളിയിലേക്ക് 50 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നുള്ളൊരു ബോർഡ് കണ്ടു. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലോട്ട് വീണ്ടും കടക്കുകയാണ്. കേരളത്തിലോട്ട് കടന്നപ്പോൾ തന്നെ റോഡ് ഭയങ്കര മോശമായി. അപ്പം ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇനി അങ്ങോട്ട് റോഡ് മുഴുവൻ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊരു പേടി തോന്നി. പക്ഷേ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ല റോഡുകൾ തന്നെയാണ്. കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ വീണ്ടും ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എത്ര പേരുണ്ട് വണ്ടിയിൽ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി പോകുമ്പോൾ കാണിക്കുകയും വേണം. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങി. ഇനി അങ്ങോട്ടൊരു 40-45 കിലോമീറ്ററോളം ദൂരം ഫുൾ കാട്ടിലൂടെ തന്നെയാണ് യാത്ര. മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇടത് സൈഡിലൊരു ആനക്കൂട്ടത്തിന് നമുക്ക് കാണാൻ സാധിച്ചു. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഒരു കാട്ടാനക്കൂട്ടത്തിനെ പോകുന്ന വഴിക്ക് കാണുന്നത്. അങ്ങനെ ആ കാഴ്ച കണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. പിന്നെ അങ്ങോട്ട് വേറെ മൃഗങ്ങളെയൊന്നും നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഈ റൂട്ട് വഴി പോരുന്ന വഴിക്ക് നമുക്ക് ലോവർ ഷോളയാർ ഡാമിൽ നിന്ന് വെള്ളം പെൻസ്റ്റോക്ക് വഴി കൊണ്ടുപോയി താഴെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നതിൻ്റെ ഒരു ദൃശ്യം കാണാൻ സാധിക്കും. അങ്ങ് താഴെ നമുക്ക് വൈദ്യുതി ജനറേഷൻ നടത്തുന്ന സ്ഥലം കാണാൻ സാധിക്കും. വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ റിസർവോയർ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം വാഴച്ചാൽ സൈഡിലോട്ടൊക്കെ എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനടുത്ത് എത്താറായിട്ടുണ്ട്. വാഴച്ചാൽ വാട്ടർഫോൾസ് കാണുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണിത്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയില്ല, ആതിരപ്പള്ളി നമ്മൾ ഇറങ്ങിയില്ല. ഈ രണ്ട് സ്ഥലത്തിൻ്റെയും വീഡിയോ നമ്മൾ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങാതെ നമ്മൾ യാത്ര തുടർന്നു. വാഴച്ചാലിനും ആതിരപ്പള്ളിയിലും ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അവിടെ വെള്ളമൊന്നും അധികം ഇപ്പോൾ ഇല്ല. വളരെ ചെറിയ ചാലുകൾ പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. അവിടെ കുറച്ച് പുതിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ വന്നു കഴിഞ്ഞാൽ മഴക്കാലത്തെല്ലാം അവിടെ നിന്നൊക്കെ നല്ല ഒരു വ്യൂ നമുക്ക് കിട്ടും. വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ആതിരപ്പള്ളി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം സമയം നമ്മൾ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു.
റോഡ് ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ് ഇത്. ഈ ഒരു ഫുൾ റൗണ്ട് ട്രിപ്പ് നമുക്ക് വന്നത് ഏകദേശം 470ഓളം കിലോമീറ്ററാണ്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും ഈ റൂട്ടിലില്ല. ആതിരപ്പള്ളി വാഴച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല കുറേ ഡാമുകൾ കണ്ട് നല്ല കുറേ സ്ഥലങ്ങൾ കണ്ട് നല്ലൊരു യാത്ര ആസ്വദിക്കാൻ ഈ വഴി വന്നാൽ നമുക്ക് സാധിക്കും. അങ്ങനെ ആതിരപ്പള്ളിയും കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ വഴി വീട്ടിലോട്ട് പോവാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു സ്ഥലത്തോട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.